ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചോക്കോ ലാവ കേക്കാണ്. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഈ ചോക്കോ ലാവ കേക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 മിനിറ്റോളം മതിയാവും ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അത്ര എളുപ്പമാണ് ഇത് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു മിനി ചോക്കോ ലാവ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ കൂടിയിട്ടും വളരെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പാൽപ്പൊടി അങ്ങനെ പാലൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്തു, 1/2 കപ്പ് തന്നെ പഞ്ചസാര പൊടിച്ചത് ചേർത്തു, ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, പിന്നെ ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. ഒരു 3 ടീസ്പൂൺ കൊക്കോ പൗഡർ. 2 ടീസ്പൂൺ ആണെങ്കിലും മതിയാവും കേട്ടോ. അപ്പോൾ 3 ടീസ്പൂൺ ആണെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ട് വരും, 2 ആണെങ്കിൽ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡായിട്ട് കിട്ടും. അപ്പോൾ ലൈറ്റായിട്ട് മതിയെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് ബട്ടർ തീർന്നുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ ഓയിൽ ചേർത്തു. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും ചേർത്തിട്ട് നമ്മളിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. ഈ വെള്ളം ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ, ഒരുപാട് അങ്ങ് തിളച്ച വെള്ളം എടുക്കരുത്, അതുപോലെ ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കണ്ട. ഒരു ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ട് നമുക്കിതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഏകദേശം ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ 5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇളം ചൂടുവെള്ളം മറക്കരുത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് ബാറ്റർ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇവിടെ ഒന്ന് ചെറുതായിട്ട് ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ച് കയ്പ്പ് രസമായിരിക്കും, മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ച് മധുരമുള്ളതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം. പിന്നെ നമ്മളിത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയില്ലേ അതിൽ വെച്ചിട്ടാണ്. പിന്നെ ഉണ്ണിയപ്പ ചട്ടി ഇല്ലെങ്കിൽ ഇത് ചെയ്യാതെ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് ഇത് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഹോളിൽ ഫുള്ളായിട്ടൊന്ന് ഗ്രീസ് ചെയ്യണം, എന്നാലേ നമുക്കിത് ഇളകി കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഒഴിച്ചിട്ട് കത്തിച്ചാലും മതിയാവും കേട്ടോ. ഞാനിപ്പോൾ അങ്ങ് കത്തിച്ചു, ഞാൻ തീ നല്ല കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ പാൻ ചൂടാവുന്നതിന് മുന്നേ തന്നെ നമുക്കിത് ഒഴിക്കാം, അല്ലെങ്കിൽ ഇതങ്ങ് വെന്ത് വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ തീ കുറച്ച് തന്നെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഹോളിലും ഇത് നമുക്ക് ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് കവർ ചെയ്യരുത്, ഇത് പൊങ്ങി വരും, അതുകൊണ്ടാണ്. ഇതിന് ശേഷം നമുക്ക് ഓരോ പീസ് ചോക്ലേറ്റ് ഇതിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ട് ഈ കേക്ക് ബാറ്റർ വെച്ചിട്ട് തന്നെ അങ്ങ് മൂടി കൊടുക്കാം. കണ്ടോ, അപ്പോൾ കേക്ക് പൊങ്ങി വരുമ്പോഴത്തേക്ക് ഈ ചോക്ലേറ്റ് അങ്ങ് മറഞ്ഞിരിക്കും, അതും ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് മൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. എല്ലാ ഹോളിലും ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 4-5 മിനിറ്റ് ഇതുപോലെ വെച്ചാൽ മതിയാവും. ഒരുപാട് സമയമൊന്നും വെക്കണ്ട. നിങ്ങളൊരു 4 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. മുകളൊക്കെ ഒന്ന് വെന്ത് വന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുക. ഞാൻ 2 സ്പൂൺ വെച്ചാട്ടോ മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചു. എന്നിട്ട് വീണ്ടും ഒരു 3-4-5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് റെഡിയായി കിട്ടിയത്. അപ്പോൾ ആ ഭാഗം എനിക്ക് ക്യാമറയിൽ ഞാൻ പകർത്താൻ വിട്ടുപോയി, ക്യാമറ ഓൺ ചെയ്യാതാണ് ഞാൻ അത് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.